Hi friends, അപ്പോൾ നമ്മുടെ പുതിയ ഒരു കുക്കിംഗ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ ഗ്രേപ്സ് മിക്സ് പച്ചടിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ള പച്ചടിയാണ്. സദ്യക്കൊക്കെ നമുക്ക് കിട്ടുന്ന പോലെ ഒരു സ്വീറ്റ് ആയിട്ടുള്ളതാണ്. അധികം എരിവും കാര്യങ്ങളൊന്നും ഇല്ലാതെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പച്ചടിയാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഇതിലോട്ടായിട്ട് ഞാൻ 2 മീഡിയം സൈസ് പൈനാപ്പിൾ ആണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് ഗ്രേപ്സ്, 2 പൈനാപ്പിൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യമായ തൈര്, പിന്നെ ഇതിൽ മധുരത്തിനായിട്ട് ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ 2 ശർക്കര ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാളികേരത്തിലോട്ട് ആവശ്യമായിട്ടുള്ള ചെറിയ ജീരകം, പിന്നെ കറിവേപ്പില, പിന്നെ വറുത്തിടുമ്പോൾ ആവശ്യത്തിന് കടുക്, മുളക്, ഇതെല്ലാമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ പച്ചടിയിലോട്ടുള്ള പൈനാപ്പിൾ വേവിച്ചെടുക്കാം. ഈ പൈനാപ്പിളിലോട്ട് നമ്മൾ മധുരത്തിനുള്ള 2 ശർക്കരയും ചേർക്കുകയാണ്. ഈ ശർക്കര അധികം അഴുക്കൊന്നും ഇല്ലാത്തതായതുകൊണ്ട് തന്നെ ഈ ശർക്കര നമുക്ക് ഡയറക്റ്റ് ചേർക്കാം. അതുപോലെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞപ്പൊടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ചേർക്കാം. അതിനകത്തേക്ക് കുറച്ചേ വേണ്ടു. മധുരം ചേർക്കുന്നത് കൊണ്ട് ഉപ്പൊക്കെ നമ്മൾ കുറച്ച് ചേർത്താൽ മതി. പിന്നെ അതിൽ നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. കാരണം എന്താ വെച്ചാൽ ഈ പൈനാപ്പിളിൽ നിന്നും വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ചിട്ട് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം നല്ലപോലെ പൈനാപ്പിൾ വേവുന്ന വരെ വേവിച്ചെടുക്കാം. നമ്മുടെ ഈ പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യമായ നാളികേരവും ജീരകവും കൂടെ അരച്ചെടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ നാളികേരവും ജീരകവും അരച്ചെടുക്കാം. ഞാനിവിടെ വെള്ളത്തിന് പകരം തൈരാണ് എടുക്കുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ പച്ചടി കുറച്ച് ഡ്രൈ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് പകരം നമ്മൾ തൈര് ചേർത്തിട്ടാണ് നാളികേരം അരച്ചെടുക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ നാളികേരം അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൈനാപ്പിളിലെ വെള്ളവും ശർക്കരയൊക്കെ ഉരുകി നമ്മൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചുള്ളൂ. പക്ഷെ ഇപ്പൊ കണ്ടാൽ മനസ്സിലാവും പൈനാപ്പിളൊക്കെ വേവാനായിട്ടുള്ള അത്യാവശ്യത്തിലധികം വെള്ളം ഇതിനകത്തുണ്ട്. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് പൈനാപ്പിളൊക്കെ നല്ലോണം വേവട്ടെ. അപ്പൊ ആ ശർക്കരയുടെ മധുരവും അതെല്ലാം പൈനാപ്പിളിനകത്ത് നല്ലപോലെ പിടിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ പൈനാപ്പിൾ ഏകദേശം ഒരു 30 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. കുക്കറിലൊന്നും വെക്കാത്തതുകൊണ്ടാണ് ഇത് ഇത്രയും സമയം നമുക്ക് വേണ്ടി വന്നത്. പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ നല്ല വേവുള്ള ഒരു ഫ്രൂട്ടാണ്. കുക്കറിൽ വെക്കുകയാണ്, നിങ്ങൾ കുക്കറിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 വിസിൽ അടിക്കുമ്പോഴത്തേക്കും വെന്ത് കിട്ടും. ഞാൻ പിന്നെ കുക്കറിലൊന്നും വെക്കാത്തത് കൊണ്ടാണ് ഇത്രയും ഒരു 10-30 മിനിറ്റ് എനിക്ക് വേവിക്കേണ്ടി വന്നത്. ഇനി നമുക്ക് ഇത് വെന്തോന്നുള്ളത് ഒരു കഷ്ണം എടുത്ത് ഞെക്കി നോക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നാളികേരം അരച്ചു വെച്ചത് ചേർക്കാം. നാളികേരവും ജീരകവും കൂടെ അരച്ചു വെച്ച അരപ്പാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത്. അത് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം.
ഇനി അടുത്തതായി ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരിയാണ് ചേർക്കാൻ പോകുന്നത്. മുന്തിരി നമ്മൾ ഏറ്റവും അവസാനം ചേർക്കുന്നുള്ളൂ. എന്താ വെച്ചാൽ മുന്തിരി അധികം വേവില്ലാത്ത ഫ്രൂട്ടാണ്. അപ്പൊ നമുക്ക് അവസാനം നമ്മുടെ പച്ചടിക്കകത്ത് ഈ മുന്തിരിയൊക്കെ ഇങ്ങനെ കെടുക്കുന്നത് കാണണം. അതിനു വേണ്ടി നമ്മൾ ഏറ്റവും അവസാനം മാത്രമേ മുന്തിരി ചേർക്കുള്ളൂ. നാളികേരം അരച്ചത് മുന്തിരിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് തൈര് ചേർക്കാം. ഈ തൈര് ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള തൈരാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. തൈര് ചേർത്തിട്ട് അധികം നമ്മൾ ചൂടാക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടാവേ വേണ്ടൂ, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പച്ചടിയിലോട്ട് നമ്മൾ തൈരൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് താളിച്ച് ചേർക്കാം. കടുക് താളിക്കാനായിട്ട് നമ്മൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യണത്. ഒരു 2-3 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ഓയിൽ ഒന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് കടുക് ചേർക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇതിലോട്ട് ഇടാം. അങ്ങനെ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് താളിക്കാൻ ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലോട്ട് ഇടാം. ഇനി നമുക്ക് താളിച്ചു വെച്ച കടുക് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് പെട്ടെന്ന് അടച്ചു വെക്കാം. 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് ചേർക്കാം. അങ്ങനെ നമ്മുടെ കടുക് താളിച്ചത് 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചത്. ഇനി നമുക്ക് അതിനെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിന്റെ താഴത്തെ ബെല്ലൈക്കൺ കൂടി അടിക്കാം.